ശാസ്ത്രലോകത്തിനെ എപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു വിഷയമാണ് അന്യഗ്രഹ ജീവികൾ. അവയെ കണ്ടുപിടിക്കാനുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പക്ഷേ നമ്മുടെ ഗാലക്സിയിലെ കോടാനുകോടി ഗ്രഹങ്ങൾക്കിടയിൽ നമ്മുടെ ഭൂമിയിലല്ലാതെ ഇതുവരേക്കും മറ്റൊരു ഗ്രഹത്തിലും ജീവൻ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ വേറെയും ധാരാളം ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർ മനുഷ്യരെ പോലെ ഒരു പുരോഗമന സമൂഹമല്ല എങ്കിൽ അവയെ നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്നാൽ മനുഷ്യരെ പോലെ അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ പുരോഗമിച്ച അന്യഗ്രഹ ജീവി സമൂഹങ്ങൾ വേറെയും ഒരുപാട് ഗ്രഹങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? നമ്മുടെ ടെലസ്കോപ്പുകൾ ഇന്ന് സാങ്കേതികപരമായിട്ട് ഒരുപാട് മെച്ചപ്പെട്ടുവെങ്കിലും വെറും 50 പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഒരു ഗ്രഹത്തിനെ വ്യക്തമായിട്ട് കാണണമെങ്കിൽ പോലും ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുള്ള ഒരു ഭീമൻ ടെലസ്കോപ്പ് നിർമ്മിക്കേണ്ടി വരും. അതും ഗ്രഹത്തിന്റെ അന്തരീക്ഷം കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗ്രഹത്തിന്റെ ഉപരിതലം വ്യക്തമായിട്ട് കാണണമെങ്കിൽ സൗരയൂഥത്തിന്റെ പകുതിയോളം വലിപ്പമുള്ള ടെലസ്കോപ്പ് നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ ടെലസ്കോപ്പുകളിലൂടെ അവരെ നേരിട്ട് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു മാർഗത്തിലൂടെ അവരുമായിട്ട് നേരിട്ട് സംഭാഷണം നടത്താൻ പറ്റും. ആ മാർഗമാണ് റേഡിയോ സിഗ്നൽസ്. ഒരു ഗ്രഹത്തിൽ അഡ്വാൻസ്ഡ് ആയ ഏലിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നിന്നും അഡ്വാൻസ്ഡ് ആയ റേഡിയോ സിഗ്നൽസും പുറത്തു വരും. ഭൂമിയിൽ നിന്നും നമ്മുടെ പലതരം സാങ്കേതിക വിദ്യകളിലൂടെ ഇങ്ങനെ നിരന്തരമായിട്ട് റേഡിയോ സിഗ്നൽസ് പുറത്തു പോകുന്നുണ്ട്. നമ്മുടെ സൗരയൂഥത്തിന്റെ പുറത്തു നിന്നും വരുന്ന ഇതുപോലത്തെ സിഗ്നൽസ് കണ്ടുപിടിച്ചാൽ അവിടെ ഒരു പുരോഗമന സമൂഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള നിരവധി സിഗ്നലുകളെയാണ് ഇതുവരെ നടത്തിയ ബഹിരാകാശ നിരീക്ഷണങ്ങൾക്കിടയിൽ നമ്മുടെ ടെലസ്കോപ്പുകൾ പകർത്തിയിട്ടുള്ളത്. അതിലൊരു പ്രശസ്തമായ സിഗ്നലാണ് ദി വോവ് സിഗ്നൽ. എന്നാൽ അതിനേക്കാൾ നിഗൂഢമായ വേറെയും ധാരാളം സിഗ്നൽസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലേതൊക്കെ സിഗ്നൽസ് ആയിരിക്കും ഏലിയൻസിന്റെ സിഗ്നൽസ് ആയിരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്? നമുക്ക് നോക്കാം. അന്യഗ്രഹ ജീവികളുടേതാണെന്ന് സംശയം തോന്നിക്കുന്ന തരത്തിൽ ആയിരക്കണക്കിന് സിഗ്നലുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഭൂരിഭാഗം സിഗ്നലുകളും യഥാർത്ഥത്തിൽ ഏലിയൻസിൻ്റെതൊന്നും ആയിരുന്നില്ല. ആ സിഗ്നലുകൾക്കെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രകൃതിപരമായതും മനുഷ്യനിർമ്മിതവുമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഒരു അന്യഗ്രഹത്തിനെ നിരീക്ഷിക്കുന്നതിനിടയിൽ ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്ന ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് നിരീക്ഷണം നടത്താൻ ഉപയോഗിക്കുന്ന ടെലസ്കോപ്പിന് മുന്നിലൂടെ പോകുമ്പോൾ ആ സാറ്റലൈറ്റിന്റെ സിഗ്നൽ ടെലസ്കോപ്പ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ അത് അന്യഗ്രഹത്തിൽ നിന്നും വന്ന സിഗ്നലാണെന്നേ ആദ്യം തോന്നുകയുള്ളൂ. പിന്നീട് അതിനെ വിശദമായിട്ട് പഠനം നടത്തുന്ന സമയത്തിൽ നിരീക്ഷണം നടത്തുന്നതിനിടയിൽ ഏതൊക്കെ സാറ്റലൈറ്റുകളാണ് ടെലസ്കോപ്പിന്റെ മുന്നിലൂടെ പോയതെന്ന് പരിശോധിക്കുമ്പോഴാണ് അത് ശരിക്കും നമ്മുടെ സാറ്റലൈറ്റിൽ നിന്നും തന്നെ വന്ന സിഗ്നൽ ആയിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ടെലസ്കോപ്പിന് സമീപം ഏതെങ്കിലും റേഡിയോ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ആ സിഗ്നലും ടെലസ്കോപ്പിന് ലഭിക്കും. അതിനെയും നമ്മൾ ഏലിയൻസിന്റെ സിഗ്നൽസ് ആയിട്ട് ചിലപ്പോൾ സംശയിക്കും. ഇനി ഒരുപക്ഷെ അത് നമ്മുടെ ടെക്നോളജികളിൽ നിന്നും വന്ന സിഗ്നൽ അല്ല എങ്കിൽ പോലും, അതായത് ആ സിഗ്നൽ നമ്മുടെ സൗരയൂഥത്തിന് പുറത്തു നിന്നും വന്നതാണെങ്കിൽ തന്നെ അത് ഏലിയൻസിന്റെ സിഗ്നൽസ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം റേഡിയോ സിഗ്നൽസ് വരുന്നത് ടെക്നോളജിയിൽ നിന്നും മാത്രമല്ല. ന്യൂട്രോൺ സ്റ്റാർസ്, പൾസാർസ്, റേഡിയോ ഗാലക്സീസ്, ബ്ലാക്ക് ഹോൾസ് അങ്ങനെ പല ബഹിരാകാശ വസ്തുക്കളിൽ നിന്നും ശക്തമായ റേഡിയോ സിഗ്നൽസ് വമിക്കാറുണ്ട്. ഇങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഭൂരിഭാഗം സിഗ്നലുകൾക്കും കൃത്യമായ വിശദീകരണം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും ചില സിഗ്നലുകൾ നമ്മെ അത്യധികം ആശയക്കുഴപ്പത്തിലാക്കുന്നവയാണ്. എന്തെന്നാൽ അവ കൃത്യമായും സാങ്കേതിക വിദ്യകളിൽ നിന്നും വരുന്നത് പോലത്തെ സിഗ്നൽസ് ആണ്. ആ സിഗ്നലുകൾക്ക് പിന്നിൽ പ്രകൃതിപരമോ മനുഷ്യനിർമ്മിതമോ ആയ കാരണങ്ങളും ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അത് ഏലിയൻസിന്റെ സിഗ്നൽസ് ആയിരിക്കുമോ എന്ന് സംശയിക്കേണ്ടി വരും. 1915 അതായത് ഒരു നൂറ്റാണ്ടിന് മുന്നേ ഒരു സ്കോട്ടിഷ് ജ്യോതിശാസ്ത്രജ്ഞനായ റോബർട്ട് തോർബേൺ ഏകദേശം 4 പ്രകാശ വർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രത്തിനെ കണ്ടുപിടിച്ചു. അതാണ് പ്രോക്സിമ സെന്റൗറി. പ്രോക്സിമ സെന്റൗറിയാണ് നമ്മുടെ സൂര്യന്റെ ഏറ്റവും അടുത്ത് നിലനിൽക്കുന്ന നക്ഷത്രം. കണ്ടെത്തിയ നാൾ മുതൽ ഈ നക്ഷത്ര വ്യൂഹത്തിനെ ബഹിരാകാശ ഗവേഷകർ നിരന്തരമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. പ്രോക്സിമ സെന്റൗറി ഒരു റെഡ് ഡ്വാർഫ് അഥവാ ചുവന്ന കുള്ളൻ നക്ഷത്രമാണ്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഏറ്റവും കൂടുതലുള്ളതും ഇത്തരം നക്ഷത്രങ്ങൾ തന്നെ. ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള 40% കൂടുതൽ റെഡ് ഡ്വാർഫുകൾക്ക് ചുറ്റിലും അവയുടെ ഹാബിറ്റബിൾ മേഖലയിൽ തന്നെ കുറഞ്ഞത് ഒരു ഗ്രഹമെങ്കിലും നിലനിൽക്കുന്നുണ്ട്.
പ്രോക്സിമ സെന്റൗറിയിലും 2 ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്രോക്സിമ ബിയും സിയും. അതിൽ പ്രോക്സിമ ബി ഹാബിറ്റബിൾ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ കണ്ടുപിടിച്ച നാൾ മുതൽ ഈ ഗ്രഹത്തിൽ ഏലിയൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർ നിരന്തരമായിട്ട് ശ്രമിച്ചിരുന്നു. 2019 ഓസ്ട്രേലിയയിലെ പാർക്സ് ഒബ്സർവേറ്ററിയിൽ പ്രോക്സിമ സെന്റൗറിയുടെ സ്റ്റെല്ലാർ ഫ്ലെയേഴ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, അതായത് സൗരക്കാറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കുറച്ച് നിരീക്ഷണങ്ങൾ നടത്തി. ആ നിരീക്ഷണങ്ങളിൽ നിന്നും ശേഖരിച്ച ഡേറ്റ പിന്നീട് SETI ഗവേഷകർ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ അവരൊരു നിഗൂഢമായ സിഗ്നൽ കണ്ടെത്തി. BL-C1 എന്നാണ് ആ സിഗ്നലിന് നൽകിയ പേര്. അത്യാധുനികമായ സാങ്കേതിക വിദ്യകളിൽ നിന്നും വമിക്കുന്നത് പോലത്തെ സിഗ്നൽസ് ആയിരുന്നു BL-C1. അതുകൊണ്ട് തന്നെ ഈ സിഗ്നൽ ശരിക്കും ശാസ്ത്രജ്ഞരെ എല്ലാം അത്ഭുതപ്പെടുത്തി. ഇനി ഒരുപക്ഷെ അവിടെ മനുഷ്യരെ പോലെ അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ പുരോഗമിച്ച ഒരു ഏലിയൻ സമൂഹം ഉണ്ടായിരിക്കുമോ? വളരെ അസാധാരണമായ ഒരു സിഗ്നൽ ആയിരുന്നു BL-C1. പല മണിക്കൂറുകളോളം നേരം വരെ ഈ സിഗ്നൽ തുടർന്ന് വന്നുകൊണ്ടിരുന്നു. അപ്പോഴത് നമ്മുടെ സാറ്റലൈറ്റുകളിൽ നിന്നും തന്നെ വന്നതായിരിക്കാൻ സാധ്യതയില്ല. കാരണം സാറ്റലൈറ്റുകൾ വളരെ വേഗത്തിലാണ് ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്നത്. അതുകൊണ്ട് അവയിൽ നിന്നും വരുന്ന സിഗ്നൽസ് അത്രയും നേരം ലഭിക്കില്ല. ഇനി ഒരുപക്ഷെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ നിൽക്കുന്ന ഒരു സാറ്റലൈറ്റിൽ നിന്നുമാണ് ഈ സിഗ്നൽ വന്നതെന്ന് ചിന്തിക്കാം. ഭൂമിയുടെ കറക്കത്തിനോടൊപ്പം ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്ന സാറ്റലൈറ്റുകളാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അവയെ ആകാശത്തിൽ ഒരു പോയിന്റിൽ സ്ഥിരമായിട്ട് നിർത്തിയിരിക്കുകയാണെന്ന് തോന്നും. നിരീക്ഷണം നടത്തിയ ടെലിസ്കോപ്പിന് മുന്നിലുണ്ടായിരുന്ന ഇത്തരം ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൽ നിന്നുമാണ് BL-C1 സിഗ്നൽ വന്നതെങ്കിലോ? അങ്ങനെ ചിന്തിക്കാനും കഴിയില്ല. കാരണം ഈ സിഗ്നലിന്റെ ഫ്രീക്വൻസി ബഹിരാകാശത്തിലുള്ള നമ്മുടെ ഒരു സാറ്റലൈറ്റുമായും യോജിക്കുന്നതല്ല. അതുമാത്രമല്ല, ഈ സിഗ്നൽ വളരെയധികം സ്ഥിരതയുള്ളതുമായിരുന്നു. പ്രകൃതിപരമായ പ്രതിഭാസങ്ങളിൽ നിന്നും വരുന്ന സിഗ്നലുകൾ സാധാരണ ഒരിക്കലും ഇത്രയും സ്റ്റേബിൾ ആയിരിക്കില്ല. അത്തരം സിഗ്നൽസിന്റെ ഫ്രീക്വൻസി എപ്പോഴും വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായും BL-C1 എന്തോ ഒരുതരം ടെക്നോളജിയിൽ നിന്നും വന്നതാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. എന്നാൽ മനുഷ്യനിർമ്മിതമായ കാരണങ്ങളൊന്നും തന്നെ അതിനു പിന്നിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇത് ഏലിയൻസിൽ നിന്നും തന്നെ വന്ന സിഗ്നൽ ആയിരിക്കുമോ? നിർഭാഗ്യവശാൽ ഇതിനൊരു നിശ്ചിതമായ ഉത്തരം ഇപ്പോൾ നമുക്കില്ല. അതിന്റെ പ്രധാന കാരണം വീണ്ടും പല തവണ പ്രോക്സിമ സെന്റൗറിയെ നിരീക്ഷിച്ചുവെങ്കിലും ഈ സിഗ്നൽ പിന്നെ ഒരിക്കൽ പോലും ഡിറ്റക്ട് ചെയ്തിട്ടില്ല. നിലവിൽ ഏലിയൻസിന്റെ സിഗ്നൽ ആണെന്ന് സംശയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നലുകളിൽ ഒന്നാണ് BL-C1. 2003 കണ്ടെത്തിയ മറ്റൊരു സിഗ്നലാണ് SHB02+14A. പോർട്ടോറിക്കോയിലെ അറസിബോ എന്ന സ്ഥലത്തിൽ സ്ഥാപിച്ചിരുന്ന വളരെ ശക്തമായ ഒരു റേഡിയോ ടെലിസ്കോപ്പ് ആയിരുന്നു അറസിബോ ടെലിസ്കോപ്പ്. ഈ ടെലിസ്കോപ്പാണ് SHB സിഗ്നൽ കണ്ടുപിടിച്ചത്. 2016 ചൈനയിലെ ഫാസ്റ്റ് എന്നൊരു ടെലിസ്കോപ്പ് സ്ഥാപിക്കുന്നതുവരെ ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ് ആയിരുന്നു അറസിബോ ടെലിസ്കോപ്പ്. നിർഭാഗ്യവശാൽ ഭൂമികുലുക്കങ്ങൾ കാരണം 2020 ഈ ടെലിസ്കോപ്പ് തകർന്നു. എന്തായാലും SHB സിഗ്നലിനു പ്രകൃതിപരമായ യാതൊരു ഉറവിടവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം ഇത് മനുഷ്യനിർമ്മിതമായ എന്തെങ്കിലും കാരണം കൊണ്ടുണ്ടായ ഒരു സിഗ്നലുമല്ല. അപ്പോൾ പിന്നെ അവശേഷിക്കുന്ന ചില സാധ്യതകളിലൊന്ന് ഏലിയൻസ് ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഈ സിഗ്നൽ വളരെ ദുർബലമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ടെക്നോ സിഗ്നൽ തന്നെ ആയിരുന്നോ ഇല്ലയോ എന്ന കാര്യവും സംശയമാണ്. ഈ സിഗ്നലിന്റെ അസാധാരണമായ ഒരു കാര്യം എന്താണെന്നാൽ അത് രൂപം കൊണ്ട മേഖലയാണ്. ഏകദേശം 1000 പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഒരു മേഖലയിൽ നിന്നുമാണ് ഈ സിഗ്നൽ വന്നത്. ഈ മേഖലയിൽ ഒരൊറ്റ നക്ഷത്രം പോലും ഇല്ല എന്നതാണ് അതിന്റെ വിചിത്രമായ പ്രത്യേകത. മറ്റൊരു കാര്യമെന്നത് ഈ സിഗ്നലിന്റെ ഫ്രീക്വൻസി ചെറിയ തോതിൽ വളരെ വേഗം കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അകലെയുള്ള ഒരു ഗ്രഹത്തിൽ നിന്നും വരുന്ന സിഗ്നൽ ഡോപ്ലർ ഷിഫ്റ്റ് കാരണം ഇങ്ങനെ ഫ്രീക്വൻസി കൂടുകയും കുറയുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് അന്യഗ്രഹത്തിൽ നിന്നും വരുന്ന സിഗ്നൽ ഒന്നുകിൽ ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നുമായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഗ്രഹത്തിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന സാറ്റലൈറ്റുകളിൽ നിന്നുമായിരിക്കും വരുന്നത്. എങ്ങനെയാണെങ്കിലും ഗ്രഹം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ സാറ്റലൈറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ അവരുടെ ടെക്നോളജി എപ്പോഴും നമ്മിൽ നിന്നും അകലുകയും അടുത്തോട്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കും. അടുത്തോട്ട് വരുമ്പോൾ ഫ്രീക്വൻസി കൂടുകയും അകലുമ്പോൾ ഫ്രീക്വൻസി കുറയുകയും ചെയ്യും. SHB സിഗ്നലിൽ ഇങ്ങനെ ഡോപ്ലർ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഫ്രീക്വൻസി സെക്കൻഡിൽ 8 മുതൽ 37 ഹെർട്സ് വരെ കുറയുകയും കൂടുകയും ചെയ്തിരുന്നു.
പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്നാൽ ഇത്രയും ഡോപ്ലർ ഷിഫ്റ്റ് ഉണ്ടാകണമെങ്കിൽ ആ ഗ്രഹം നമ്മുടെ ഭൂമി കറങ്ങുന്നതിന്റെ 40 മടങ്ങ് വേഗത്തിലായിരിക്കണം കറങ്ങേണ്ടത്. 40 മടങ്ങ് എന്നത് വളരെയേറെ കൂടിയ വേഗതയാണ്. പക്ഷേ ഇതിനൊക്കെ പുറമെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഒന്നിലധികം തവണ ഈ സിഗ്നലിനെ ഒരേ സ്ഥലത്തിൽ നിന്നും തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ തവണ ഡിറ്റക്ട് ചെയ്യുമ്പോഴും അതിന്റെ ഫ്രീക്വൻസി 1420 മെഗാഹെർട്സിലായിരുന്നു തുടങ്ങിയിരുന്നത്. എല്ലാ തവണയും ഒരേ ഫ്രീക്വൻസിയിൽ തന്നെ തുടങ്ങണമെങ്കിൽ എന്തായാലും അത് പ്രകൃതിപരമായ കാരണമായിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ഭൂരിഭാഗം ഗവേഷകരും പറയുന്നത്. പക്ഷേ എന്നു കരുതി അത് ഏലിയൻ സിഗ്നലാണെന്ന് ഉറപ്പിച്ചു പറയാനും കഴിയില്ല. കാരണം അത് ചിലപ്പോൾ പഠനം നടത്താൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും ഒരു ഗ്ലിച്ച് കാരണമുണ്ടായ സിഗ്നൽ ആയിരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. അതിനാൽ തന്നെ ഈ സിഗ്നലിന്റെയും പിന്നിലെ രഹസ്യം എന്താണെന്നതിനെക്കുറിച്ചും നിലവിൽ ഒരു കൃത്യമായ ഉത്തരമില്ല. ഈ പറഞ്ഞ 2 സിഗ്നലുകളും സാധാരണ റേഡിയോ സിഗ്നൽസ് ആയിരുന്നു. എന്നാൽ ഇതിനേക്കാൾ വിചിത്രവും നിഗൂഢവുമായ മറ്റൊരു തരം സിഗ്നൽസ് ഉണ്ട്. അതാണ് FRBs, അതായത് ഫാസ്റ്റ് റേഡിയോ ബേർസ്റ്റ്സ്. ആയിരക്കണക്കിന് FRBകളെ നമ്മുടെ ടെലിസ്കോപ്പുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. പേര് പോലെ തന്നെ ഇവ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുവരുന്ന റേഡിയോ തരംഗ പ്രവാഹമാണ്. ചുരുങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ ഏതാനും ചില മില്ലി സെക്കൻഡ്സ് മുതൽ 3 സെക്കൻഡ്സ് നേരം വരെ മാത്രമേ ഇത്തരം സിഗ്നൽസ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ സൂര്യൻ പല ദശകങ്ങൾ കൊണ്ട് പുറത്തുവിടുന്നതിന് തുല്യമായ അളവിലുള്ള ഊർജമായിരിക്കും FRBകളിൽ നിന്നും വരുന്നത്. ഇത്രയും തീവ്രമായ ഊർജ പ്രവാഹമാണെങ്കിലും ഒരു കാര്യം ഓർക്കുക, ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം FRBകളും മറ്റ് ഗാലക്സികളിൽ നിന്നും വന്നവയായിരുന്നു. അതായത് പല ദശലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പ്രകാശ വർഷങ്ങൾക്കകലെ നിന്നും വന്നവ. ഈ സിഗ്നലുകൾ നമ്മുടെ ഭൂമിയിൽ എത്തുമ്പോഴേക്കും അവ തീരെ ദുർബലമായി മാറിയിരിക്കും. ദുർബലം എന്ന് വെച്ചാൽ ചന്ദ്രനിൽ വച്ചിരിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്നും ഭൂമിയിൽ എത്തുന്ന സിഗ്നലുകളേക്കാൾ 1000 മടങ്ങ് തീവ്രത കുറവായിരിക്കും ഈ FRBകൾ ഭൂമിയിലെത്തുമ്പോൾ. ഇത്തരം FRBകളുടെ നിഗൂഢത എന്താണെന്നാൽ അപൂർവം ചില FRBകൾക്കു പിന്നിലെ കാരണം മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഭൂരിഭാഗം FRBകളും എങ്ങനെ രൂപം കൊള്ളുന്നു എന്നതിനെക്കുറിച്ചും ഇവയുടെ ഉറവിടം എന്താണെന്നതിനെക്കുറിച്ചും ചില നിഗമനങ്ങളും സിദ്ധാന്തങ്ങളും അല്ലാതെ കൃത്യമായ യാതൊരു അറിവും നമുക്കില്ല. അതിലൊരു സിദ്ധാന്തമാണ് അതൊരുപക്ഷേ ഏലിയൻ ടെക്നോളജിയുടെ അടയാളമായിരിക്കാം എന്ന സിദ്ധാന്തം. ഉദാഹരണത്തിന് ഈ സിഗ്നലുകൾ അത്യധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സ്പേസ്ഷിപ്പിൽ നിന്നും വരുന്നതായിരിക്കാം. അതായത് അവ ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തിൽ പുറത്തു വരുന്ന ഊർജ പ്രവാഹമായിരിക്കും FRBകൾ. പക്ഷേ അനേകം സിദ്ധാന്തങ്ങളിൽ ഒന്ന് മാത്രമാണ് ഏലിയൻസിന്റെ ഈ സിദ്ധാന്തം. ചില FRBകൾ കൂടുതൽ നിഗൂഢമാണ്. കാരണം അവ കൃത്യമായ ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവയാണ്. ഉദാഹരണത്തിന് 2012 കണ്ടുപിടിച്ച FRB 121102. ഇത് ഏകദേശം 300 കോടി പ്രകാശ വർഷങ്ങൾക്കകലെ നിന്നും വരുന്ന ഒരു റിപ്പീറ്റിംഗ് FRB ആയിരുന്നു. അതും കൃത്യമായ ഇടവേളകളിൽ. പ്രകൃതിപരമായ ഒരു കാരണത്താലും നിലവിൽ നമുക്കിതിനെ വിവരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതായ മറ്റെന്തെങ്കിലും ബഹിരാകാശ വസ്തുക്കളോ പ്രതിഭാസങ്ങളോ ആയിരിക്കാം FRBകൾക്കു പിന്നിലെ കാരണം. എന്തു തന്നെയാണെങ്കിലും ഒരിക്കൽ അത് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ശരിക്കും FRBകൾ പോലത്തെ ശക്തമായ സിഗ്നലുകൾ ഏലിയൻസിന്റെ അടയാളമായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.